കേൾക്കുന്നവരും കേട്ട് ചിലപ്പം മടുക്കുന്നവരും ഒക്കെ ആയിരിക്കാം. എന്നാൽ ഓരോ സമയത്തും ദൈവം തരുന്ന വചനങ്ങൾ അത് പുത്തൻ വചനങ്ങളായി. ഒരു പക്ഷെങ്കിൽ തലേദിവസം കേട്ടതായിരിക്കാമെങ്കിലും അന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു വികാരി അച്ഛനിൽ കൂടെയോ ഒരു ശുശ്രൂഷയിൽ കൂടെയോ ഇനിയും നമ്മുടെ കൂടെ നടക്കുന്ന ഒരു കമ്പാനിയൻ, ഒരു സ്നേഹിതനായിരിക്കാം, ആ വ്യക്തിയിൽ കൂടെ പറഞ്ഞാലും ദൈവത്തിന് എന്നെ കൊണ്ട് അതിൽ കൂടെ വലിയ ഉദ്ദേശ്യമുണ്ട്. എൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ചും എൻ്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ ദർശനത്തെക്കുറിച്ചും കോർത്തിണക്കി ചിന്തിക്കുമ്പോൾ ഒരു വലിയ ഉദ്ദേശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാ തരുണങ്ങളും എല്ലാ അവസരങ്ങളും എല്ലാ ആരാധനയും എല്ലാ നമസ്കാരവും ഒരു പുത്തൻ പടിയാണ്, ഒരു പുത്തൻ തുടക്കമാണ്. ഈ തുടക്കം എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു വ്യഗ്രത തരും, ഒരു ഉത്സാഹം, ഒരു പ്രോത്സാഹനം തരും. ഈ പ്രോത്സാഹനമാണ് നമുക്ക് ആവശ്യം. ഈ പ്രോത്സാഹനം നമുക്ക് കിട്ടുന്നത് പരിശുദ്ധ റൂഹായിൽ കൂടെയാണ്. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. വന്ദനായ അച്ഛൻ തുടക്കത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ചത് കലുഷിതമായ ഒരു ക്രിസ്മസ് കാലമാണ് നമ്മളെ വിട്ടു കടന്നുപോയത്. നമ്മളൊക്കെ വളരെ സന്തോഷത്തോടെ വിവിധ ഇടങ്ങളിൽ ആഘോഷിച്ചു ഒക്കെ ചെയ്തുവെങ്കിലും പലയിടങ്ങളിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഒരു അവകാശങ്ങളായി കാണുകയും നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുന്ന ഏതൊരു ഭാഗമായിക്കോട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന അവരെ നമ്മുടെ ഒരു അവയവത്തിന്റെ ഒരു ശരീരത്തിന്റെ ഭാഗമായി മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി കരയുകയും അവർക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുകയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ സഭ എന്ന് പറയുന്ന ശരീരം, കർത്താവിന്റെ ശരീരം പണിയപ്പെടുവാനും പുതുക്കപ്പെടുവാനും സമാധാനത്തിൽ വളരുവാനും ഇടയായിത്തീരും. നമ്മുടെ ഇടയിലും വിവിധമാകുന്ന വിഭാഗങ്ങളും അല്ലെങ്കിൽ വിഭാഗീയതയും അതിനെയൊക്കെ മറികടക്കുന്ന ഒരു സംരംഭമാണ് ബാലരാമപുരം ക്രിസ്ത്യൻ ഫെലോഷിപ്പ് പോലെയുള്ള വിവിധ സംഘടനകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ വളരെയധികം വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു എക്യുമിനിസ്റ്റാണ്. എനിക്ക് ആരും മാറ്റി നിർത്തുന്ന ഇഷ്ടമല്ല. എൻ്റെതായ ആരാധന രീതി കാണും, എൻ്റെതായ പ്രത്യേക അഡ്മിനിസ്ട്രേഷൻ കാണും. രീതികളൊക്കെ നമ്മുടെ തന്നെ കുടുംബങ്ങളിലും വ്യത്യാസമാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, പരിശുദ്ധ സഭ, കർത്താവാണ് എൻ്റെ തലവൻ, യേശുക്രിസ്തുവിനെയാണ് നമ്മുടെ രക്ഷകൻ എന്ന് വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൽ ഉറച്ച് ഒരു സഭാമക്കളായി, ഒരു സഭയുടെ ഒരു ശരീരത്തിന്റെ അവയവങ്ങളായി നമ്മൾ ഒത്തുചേരുക എന്ന് പറയുന്നത് ഈ കാലത്തിന്റെ ഒരു വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് പോലുള്ള വിവിധ ഫെലോഷിപ്പുകൾ ഉണ്ടാകി അത് ഒന്നുചേർന്ന് ഒരു വലിയ സന്ദേശം നമ്മുടെ ഇടയിൽ പ്രബലപ്പെടുവാനും നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം വിഭാഗീയതകളൊക്കെ മാറി ഒന്നായി ചേരുവാനും ഇടയാകേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, വളരെയധികം ഉത്സാഹിക്കണം. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമുക്കല്ല എന്താ വേണ്ടത്? ഏറ്റവും ധനികനായിരിക്കുന്ന ഒരു വ്യക്തിക്കും ആ വ്യക്തിയുടെ ഭവനത്തിൽ ചെന്ന എന്തെങ്കിലും കുറവ് കാണും, എന്തെങ്കിലും ബലഹീനത കാണും. ഏറ്റവും താഴേക്കടയിൽ ജീവിക്കുന്ന, നല്ല ഒരു കൂരയില്ലാത്ത, കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസത്തിന് വിടുവാൻ പഠിപ്പിക്കുവാൻ വകയില്ലാത്ത, സാധാരണ കൃഷി ജോലികളൊക്കെ ചെയ്ത് കുടുംബത്തിന്റെ സന്ധാരണം നടത്തുന്ന അവസ്ഥകൾ ഏത് വ്യക്തികടത്തി എന്നാലും എല്ലാവർക്കും ഒരു കുറവാണ്. ആരും, മനുഷ്യരിൽ ആരും പരിപൂർണരല്ല. എല്ലാവരും ബലഹീനമുള്ളവരാണ്. നിങ്ങളോടൊപ്പം വചനം പറയുന്ന
ഞാനും ബലഹീനനാണ്. അതുകൊണ്ടാണ് ബലഹീനനായ എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് കുർബാനയിൽ പട്ടക്കാർ പറയുന്നത്. അത് വാസ്തവമാണ്. അതെന്തുമാത്രം അത് ഉൾക്കൊണ്ടിട്ടാ പറയുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരിലും കുറവുണ്ട്, എല്ലാവരിലും ബലഹീനതയുണ്ട്. അപ്പൊ ഒരു ശരീരത്തിന്റെ അവയവമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കുറവിനെ നമ്മൾ വലുതാക്കുകയല്ല, ഒരു വൃണത്തെ നമ്മൾ കുത്തി 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 വലുതാക്കിയല്ല. ആ വൃണം, ആ മുറിവ്, ആ ബലഹീനത, അതിനെ എന്തുമാത്രം കുറയ്ക്കുവാനും, എന്തുമാത്രം സൗഖ്യമാക്കുവാനും, എന്തുമാത്രം അതിന്റെ വലിപ്പം കുറച്ച് ആ വ്യക്തിക്കും, ആ കുടുംബത്തിനും, ആ സമൂഹത്തിനും, സഭയ്ക്കും സൗഖ്യവും സ്നേഹവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. ആ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് യേശു തമ്പുരാൻ ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്. കർത്താവ് തമ്പുരാൻ വന്നതുകൊണ്ട് നമുക്ക് എന്താ കിട്ടിയത്? ഒത്തിരി കാര്യങ്ങൾ പറയാം. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തരുന്നു. സമാധാനം, സമാധാനം നമ്മൾ സാധാരണ പറയുന്ന വാക്കല്ല, എന്റെ സമാധാനം. ആ സമാധാനം എവിടെ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും? ഏത് കുടുംബത്തിൽ അത് പ്രബലപ്പെടുന്നു, ഏത് സമൂഹത്തിൽ അത് പ്രബലപ്പെടുന്നു, ഏത് രാജ്യത്ത് പ്രബലപ്പെടുന്നു, അതിനനുസരിച്ച് സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. ഇനിയും നമുക്കെല്ലാവർക്കും വേണ്ടത് എന്താണ്? ആശ. ഈ വർഷം ക്രിസ്മസിലും പുതുവത്സരത്തിലും ഞാൻ കൂടുതൽ പറഞ്ഞത് ആശയെക്കുറിച്ച്. ഹോപ്പ്, പ്രത്യാശ. ഹോപ്പ് എന്നുള്ളത് നല്ല വാക്ക് ഇംഗ്ലീഷിൽ. നമ്മളെ ആശയെന്നോ പ്രത്യാശ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക്, ഞാനൊരു മലയാളിയാണെങ്കിൽ അത്ര വലിയ ഘനമുള്ള ഒരു വാക്കായിട്ട് തോന്നുന്നു. ഹോപ്പ്. അപ്പൊ യേശു തമ്പുരാൻ ലോകത്തിൽ വന്നത് എന്തിനാ? ആശയറ്റവർക്ക് ആശ നൽകുക. നമ്മളെല്ലാവരും ഓരോരുത്തർക്കും ഒരു ആശ കൊടുക്കുന്നതിന്റെ കിരണങ്ങളായി മാറും. യു ബിക്കം എ സ്പാർക്ക് ഓഫ് ഹോപ്പ്. സ്പാർക്ക് എന്ന് പറയുന്നത് നമ്മൾ തീപ്പെട്ടിക്കൊള്ളി എടുക്കുന്നു. ഇന്ന് പിന്നെ തീപ്പെട്ടിക്കൊള്ളിയൊന്നും ഇല്ല, അല്ലേ? ഉണ്ട്, ആരും ഉപയോഗിക്കുന്നില്ല. തീപ്പെട്ടിക്കൊള്ളി ഒരു മാച്ച് ബോക്സ് എടുത്താൽ ആ മാച്ച് ബോക്സും അതിനകത്തുള്ള ഒരു തീപ്പെട്ടി കോലും നമ്മൾ എടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ സൈഡിലുള്ള അവിടെ നമ്മൾ ഉരയ്ക്കും, അല്ലേ? ഉരയ്ക്കുമ്പോൾ സ്പാർക്ക്. ആ സ്പാർക്ക്, ആ ചെറിയ തണ്ട് കത്തി, ആ ചെറിയ സ്പാർക്ക് ആണ് നമ്മൾ തീ അടുപ്പയിലും അല്ലെങ്കിൽ സ്റ്റൗവിലും അല്ലെങ്കിൽ കരിയിലെല്ലാം ഉണങ്ങിയ ഇലകളെല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് അതിനെ ചാമ്പലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലാതാണ്. സോ നാം മറ്റുള്ളവർക്ക് ആശയുടെ ഒരു സ്പാർക്ക്, കിരണമാണ്, ഒരു അഗ്നിനാളമാണ്. ബലഹീനതയുള്ളവനെ താഴോട്ട് തള്ളി മാറ്റുന്ന ലോകത്തിൽ തമ്പുരാൻ കാണിച്ചെന്താണെന്നറിയാം? ഏറ്റവും പാപിയായ വ്യക്തിയുടെ വീട്ടിൽ പോയി കല്ലെറിഞ്ഞ് കൊല്ലുവാൻ എല്ലാവരും ഞാൻ പരിശുദ്ധനാണ്, വേദത്തിൽ ഇതുപോലാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് ഏറ്റവും വലിയ നീതി പ്രവർത്തനം എന്ന് പറഞ്ഞ കർത്താവിന്റെ മുൻപിൽ വന്നപ്പോഴും കർത്താവ് എന്ത് ചെയ്തു? നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ കല്ലെറിയുക. ഓക്കെ, കല്ലെറിയുന്നതോ പാപം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതോ എല്ലാവരും പാപിയാന്ന് പറയുന്നതോ അല്ല എന്റെ വിഷയം. വാട്ട് ക്രൈസ്റ്റ് വാസ് ഡൂയിങ്. കർത്താവ് എന്താ അവിടെ ചെയ്യുന്നത്? കർത്താവ് എല്ലാവരും തഴയപ്പെട്ട് ആരാലും ആശയില്ലെന്ന് കരുതി ലോകത്തിന്റെ ഒരു വെളിമ്പറ ദേശത്തേക്ക്, കോണിലേക്ക് തഴയപ്പെട്ട് ഒരു പക്ഷെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മൺമറിഞ്ഞു പോകുന്ന, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന് തമ്പുരാൻ ഒരു ജീവിതം കൂടെ കൊടുത്തു, ഒരാശ കൊടുത്തു. അതാണ് നമ്മളവിടെ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ സുവിശേഷം അതായിരിക്കണം. ഈ സമൂഹങ്ങളിൽ നമുക്ക് ഒത്തിരി കുറവുകളുണ്ട്. ഈ കുറവുകളെ നമ്മൾ വ്രണപ്പെടുത്താതെ, വലുതാക്കാതെ, ആ കുറവുകളെ കുറയ്ക്കുക.
ഇല്ലാതാക്കുക, പരിഹരിക്കുക, അതിനെ സുഖപ്പെടുത്തുക. ആ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഔഷധമാണ് ആശ. ദ മെഡിസിൻ ഫോർ ഹീലിംഗ്. ഇപ്പൊ യേശു തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ആശ നൽകും. സ്വർഗത്തിൽ പോകണമെന്ന് പറയുന്നത് മാത്രമല്ല ആശ, ഇന്നും നാളെ ജീവിച്ചിട്ട് വേണമല്ലോ സ്വർഗത്തിൽ പോകാൻ, അല്ലേ? ഇപ്പൊ നമ്മൾ പാപം ചെയ്യുന്ന എപ്പോഴാ? ഇന്നത്തെ അവസ്ഥയില്ല. കട്ടെടുക്കുന്ന എപ്പോഴാ? എനിക്ക് ഇന്ന് ഇല്ല എന്ന് തോന്നുമ്പോഴാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ കുറവുകളെ എല്ലാം നികത്തുന്ന ക്രിസ്തു, അതിൽ നമുക്ക് കൊടുക്കുവാൻ ഏറ്റവും ഉചിതമായിട്ട് നമ്മുടെ കരങ്ങളിൽ തമ്പുരാൻ തന്നിട്ടുള്ളതാണ് ഹോപ്പ്. ആ ഹോപ്പിന്റെ കിരണങ്ങളായി നമ്മൾ ഈ വർഷം ജീവിക്കാം. ക്രിസ്മസും അതാണ്. ഞാൻ ഞങ്ങളുടെ സഭാ മക്കളോടും ഒക്കെ എപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്. യു ബിക്കം അനദർ ജീസസ് ഫോർ സംബഡി എൽസ് ആൻഡ് ബി എ ക്രിസ്മസ് എവറി ഡേ ഓഫ് യുവർ ലൈഫ്. ക്രിസ്മസ് സീസണിൽ മാത്രമല്ല, 25-ാം തീയതി ഡിസംബർ മാസത്തിൽ മാത്രമല്ല, വർഷത്തിന്റെ ഓരോ ദിവസങ്ങളിലും നീ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ക്രിസ്മസ് ആയി രൂപാന്തരപ്പെടും. ഞാൻ, നിങ്ങൾ. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ആ വലിയ ആഹ്വാനം നമ്മൾ ഏറ്റെടുക്കണം. ഏറ്റെടുത്താൽ നമ്മുടെ ഈ പ്രവൃത്തികളും ശുശ്രൂഷകളും നമ്മുടെ ആരാധനകളും വചനഘോഷങ്ങളും എല്ലാം വളരെ സമൃദ്ധമായ രീതിയിൽ സ്ഥിരപ്പെടും. വളരെ ഒരു മനുഷ്യനും അതിനെ വെട്ടിമുറിക്കാനും ഓടിച്ചു കളയുവാനും ഒടിച്ചില്ലാതാക്കുവാനും നശിപ്പിക്കുവാനും കഴിയുകയില്ല. So you work hard to become another Christmas. What is Christmas? Jesus. ഉണ്ണിയേശു പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും ഞാനും എല്ലാ ദിവസവും മറ്റൊരുന്നു വേണ്ടി സമൂഹത്തിൽ പിറക്കണം. യേശുവായി ഒരു ക്രിസ്മസ് ആയി. അതാണ് സമാധാനത്തിന്റെ സുവിശേഷം. അതാണ് മറ്റുള്ളവർക്ക് ആശ കൊടുക്കുക എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു കാർഡ് ഈ വർഷം ഉണ്ടാക്കി. ഇത് എന്നെ സഹായിച്ചത് എൻ്റെ കൂടെ ഉള്ള ഡോക്ടറച്ചനാണ്. പക്ഷേ ഇത് എൻ്റെ സംസാരത്തിൽ കൂടെയും ചിന്തകളിൽ കൂടെയും അദ്ദേഹം രൂപാന്തരപ്പെടുത്തി തന്നതാണ്. ഇൻസ്പയർ. ഇൻസ്പയർ ഇംഗ്ലീഷിലെ ഒരു വാക്ക്. മറ്റുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഒരു ആശ കൊടുക്കുക, മറ്റുള്ളവർക്ക് ജീവിക്കുവാനുള്ള ഒരു കിരണമായി, ഒരു സന്തോഷമായി, ഒരു ആശയായി, ഒരു നത്താണിയായി. ഇന്നത്തെ എന്റെ ഭാഷയിൽ പറഞ്ഞത് യേശുവായി, ഒരു കുഞ്ഞ് യേശുവായി നമ്മൾ തീരുക. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാനൊക്കും? ആ ഇംഗ്ലീഷ് പദത്തിന്റെ ഓരോ ആൽഫബറ്റ്സ് എടുത്തിട്ട് ഞാൻ ഓരോ വിവരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം പ്രസംഗിക്കാനൊന്നും സമയം എടുക്കുന്നില്ല, അത് നിങ്ങൾക്ക് കേട്ട. പക്ഷേ ഇത്രയും സംക്ഷിപ്തമായി ചിന്തിച്ചാൽ മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുക, ആശയില്ലാത്തവന് വീണ്ടും ആശ കൊടുക്കുക. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നു. അത് വലിയ ആശയുടെ ഒരു സഹായഹസ്തമാണ്. ആ കുടുംബത്തിന് വലിയൊരു അത്താണിയാണ്. രോഗിയെ പോയി സന്ദർശിക്കുന്നു. നമുക്ക് പൈസ കൊടുക്കാനില്ലെങ്കിൽ കുഴപ്പമില്ലപ്പാ, ബട്ട് യു ഗോ ആൻഡ് മേക്ക് എ സ്മോൾ വിസിറ്റ് ടു ദാറ്റ് ഹൗസ്. അല്ലെങ്കിൽ ആശുപത്രി പോവുക, ആ വ്യക്തിയെ കാണുക. ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു കുരിശ് നെറ്റിയിലൊന്ന് വരച്ചിട്ട് ഞാൻ വലിയ പ്രാർത്ഥന ചിലപ്പോൾ പ്രാർത്ഥിക്കത്തില്ല, മനസ്സിലായിരിക്കും പ്രാർത്ഥന. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കൊച്ചു കാര്യങ്ങൾ ചെയ്യുക. ഈ കൊച്ചു കാര്യങ്ങൾ വലിയ കാര്യങ്ങളുടെ ഓരോ സ്പാർക്കായി മാറും. അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം അറിയിപ്പി, അത് നിവൃത്തിയാകും. നമ്മളെല്ലാം ഓരോ സുവിശേഷമായി മാറും. നമ്മൾ കർത്താവിന്റെ സുവിശേഷ പ്രവൃത്തി എന്നും ചെയ്തുകൊണ്ടേയിരിക്കും. പള്ളി വരുമ്പോഴത്തെ ഒരു കുമ്പസാരവും ഒരു നമസ്കാരവും മാത്രമാകരുത്. വീട്ടിലും നാട്ടിലും സ്കൂളിലും പ്രവർത്തന മേഖലയിലും സമൂഹത്തിലും ഓട്ടോറിക്ഷ യാത്രയിലും ജോലി സ്ഥലത്തും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും, പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെങ്കിൽ ടീച്ചറും, നമ്മുടെ ഏത് തസ്തികയിലാണെങ്കിലും നിലവാരങ്ങളാണെങ്കിലും അത് പള്ളിയിലെ നമസ്കാരം കുമ്പസാരവും അത് എക്സ്റ്റെൻഡ് ചെയ്യണം. അത് അവിടെ നിന്ന് മാറി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങണം. ജീവിതത്തിന്റെ നിത്യവൃത്തിയിൽ നമ്മൾ അത് പ്രതിഫലിപ്പിക്കണം. അങ്ങനെയാണ് മറ്റുള്ളവർക്ക് ആശ കൊടുക്കുന്നത്. ഇനി ഞങ്ങളെ വാങ്ങിപ്പോയ പിതാവ് പറയുന്നത്, എന്റെ മോനെ നീ
ചുമ്മാ ഒന്ന് ചിരിച്ചെങ്കിലും കാണിക്കും. എന്താ അത്? ഒന്ന് ചിരിച്ചെങ്കിലും കാണിക്കും. നമ്മളെന്തിനാ ഇങ്ങനെ ഇറുക്കി പിടിപ്പിച്ച് ഇപ്പൊ എന്നെ കൊല്ലുമോ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത്? എന്തിനാ എത്ര ദേഷ്യപ്പെട്ട് നമ്മളിരിക്കുന്നു? എന്തിനാ എത്ര മുഖം വാടിയിരിക്കുന്നു? എന്തിനാ കഴുതെ പോലെ നീണ്ട മുഖം കാണിക്കുന്നു? നമ്മളെ ആരും കൊല്ലാനും ഓടിക്കാനും ഒന്നും വരുന്നില്ലല്ലോ. ലോകത്തിൽ എല്ലാവർക്കും പ്രശ്നമുണ്ട്, നമുക്ക് മാത്രമല്ല പ്രശ്നം. എന്നാൽ ആ പ്രശ്നത്തിന് നടുവിൽ ക്രിസ്മസ് കൊണ്ടാടും. കാരണം കർത്താവ് ആശ തന്നു, സമാധാനം തന്നു. ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തരുന്നു. ആ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ജോലി സ്ഥലത്തും യാത്രാ മധ്യയും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്, അടിസ്ഥാനമാണ്. അപ്പോൾ നമ്മുടെ ദുഃഖത്തിലും നമുക്ക് സന്തോഷമുണ്ടാകും. നമ്മുടെ ദുഃഖം, വേദന മറ്റുള്ളവനൊരു ആശ്വാസത്തിന്റെ കരമായി മാറും, ഒരു ഹസ്തമായി മാറും, ഒരു മെത്തേഡ് ആയി മാറും. അപ്പോൾ നമുക്ക് കർത്താവിനെ എപ്പോഴും ഹൃദയത്തിൽ വാഴ്ത്തി സ്ഥാപിച്ച് എന്റെ രാജാവും കർത്താവുമായി കൊണ്ട് നടക്കാമെങ്കിൽ നമുക്കെപ്പോഴും സന്തോഷം ഉണ്ടാവും, എപ്പോഴും ആശ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖത്തിന്റെ വേളയിലും നമ്മൾ ആശയുള്ളവരായി സന്തോഷിച്ചുകൊണ്ടിരിക്കും. ആ സന്തോഷം ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുമ്പസാരം പള്ളിയിലെ കുമ്പസാരം അച്ഛനോട് പറയുന്നത് മാത്രമാകരുത്. നമ്മുടെ നമസ്കാരം ആ നമസ്കാര സമയത്ത് മാത്രം ഒതുങ്ങുന്നതാകരുത്. ഇത് ഹൃദയത്തിലേക്കെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അത് പ്രാവർത്തികമാകണം. അതിന്റെ പ്രതിച്ഛായ, പ്രതിഫലനങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ഉണ്ടാകണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ബന്ധപ്പെടുന്നവർക്കെല്ലാം നമ്മളിൽ കൂടെ സമാധാനം കിട്ടും. നമ്മൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഓരോ കിരണങ്ങളായി മാറും. അങ്ങനെയുള്ള ഒരു പുതുവത്സരം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. അത് നമുക്ക് നമ്മുടെ ദൈവം തമ്പുരാൻ നൽകി തന്നിട്ടുണ്ട്. അത് നമ്മൾ ഏറ്റെടുക്കുക. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുക.